CRP ഫൈറ്റ് ക്ലബ്ബ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഹംപി ട്രിപ്പിൻ്റെ 5ാമത്തെ എപ്പിസോഡാണ് ഇന്ന് ചെയ്യുന്നത്. നമ്മൾ ഹംപി ട്രിപ്പിൻ്റെ എപ്പിസോഡ് ഇട്ടിട്ട് കുറേ ദിവസങ്ങളായി. തിരക്ക് കാരണം എനിക്കതൊന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ ഇന്ന് ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അത് ഞാൻ ഷോർട്ടാക്കി ഒരു 4-5 സ്ഥലം ഒരുമിച്ച് ഷോർട്ടാക്കിയുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഇടുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആദ്യം കാണുന്നത് ദന്തനായക എൻക്ലോഷർ ആ ഒരു ഏരിയയാണ്. ഈ എൻക്ലോഷർ എന്ന് പറഞ്ഞൊരു വലയം എന്നാണ് അർത്ഥമാക്കുന്നത്. ഈ ഒരു വലിയ മതിൽക്കെട്ടിനുള്ളിലാണ് ഈ ഒരു ഏരിയ വരുന്നത്. ഇത് അനേകം ഏക്കറുകളോളം കിടപ്പുണ്ട്. അതിനകത്ത് തന്നെ ഒരു മുഹമ്മദൻസ് വാച്ച് ടവർ, ഒരു മസ്ജിദ് മുതലായവയൊക്കെ ഉണ്ട്. ഈ ഒരു ക്യാമ്പസ് ഏരിയ ക്യാമ്പസ് ഏരിയ ആയിട്ടാണ് അറിയപ്പെടുന്നത്. ഇതിനെപ്പറ്റി ഹിസ്റ്റോറിയന്മാരും ആർക്കിയോളജിസ്റ്റും തമ്മിൽ പല അഭിപ്രായങ്ങളും ഉണ്ട് ഈ ഒരു ഏരിയയെപ്പറ്റി. ഇതിനെപ്പറ്റി ചില ചരിത്രകാരന്മാർ പറയുന്നത് ഇത് ഹൈ ഒഫീഷ്യൽസും അങ്ങനെയുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ആളുകളൊക്കെ തങ്ങിയിരുന്നൊരു സ്ഥലമെന്നാണ് ചില ഹിസ്റ്റോറിയന്മാർ പറയുന്നത്. ചില ആർക്കിയോളജിസ്റ്റുകൾ പറയുന്നത് ഇത് അവിടുത്തെ ഒരു മിലിറ്ററി ട്രെയിനിങ് ഏരിയ ആയിരുന്നു. ഇതിനകത്ത് മോസ്കുകൾ മറ്റും ഉണ്ടായിരുന്നു. അവിടെ ഈ മുസ്ലിം ട്രെയിനേഴ്സ് താമസിക്കുകയും അവരുടെ ഹോഴ്സ് റൈഡിംഗ് ഒക്കെ നടത്തിയിരുന്ന സ്ഥലമായിട്ടാണ് ചില ആർക്കിയോളജിസ്റ്റുകൾ പറയുന്നത്. നമുക്ക് ഇതിനുള്ളിൽ പോകുമ്പോൾ നേരെ കാണുന്നതാണ് ഒരു മുസ്ലിം പള്ളിയാണ്. അത് ഓപ്പൺ ഒരു മുസ്ലിം പള്ളിയാണ്, പഴയകാല ഒരു പള്ളിയാണ്. അവിടെ ഇപ്പോൾ ആളും ഒന്നുമില്ല. ജസ്റ്റ് വൃത്തിയാക്കാൻ 1-2 പേര് വരും, അവർ വൃത്തിയാക്കിയിട്ട് പോകും. ഇതാണ് ആ പറഞ്ഞ മസ്ജിദ്. റൈറ്റ് സൈഡിൽ കിടന്ന ഇതാണ് ഈ മുഹമ്മദൻസ് വാച്ച് ടവർ എന്നറിയപ്പെടുന്ന ഒരു വാച്ച് ടവറാണ്. ഇതിന് മുകളിൽ ഇപ്പോൾ കയറാൻ സാധിക്കത്തില്ല, അവിടെ ഒരു ഗ്രില്ലൊക്കെ ആയിട്ട് അടച്ചിട്ടുണ്ട്. ഇത് ഹംപിയിലെ അന്നത്തെ ഏറ്റവും ഫേമസ് ആയിരുന്ന ഒരു വാച്ച് ടവറാണ്. ഈ ഒരു ക്യാമ്പസിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഒരു നോബിൾ മാൻസ് ക്വാർട്ടേഴ്സ് ഉണ്ട്. അന്നത്തെ അവിടുത്തെ പ്രഭുക്കൾ താമസിച്ചിരുന്ന ഒരു ഏരിയ, അതാണ് നോബിൾ മാൻ ക്വാർട്ടേഴ്സ് എന്നറിയപ്പെടുന്നത്. അത് നമുക്ക് ഈ വീഡിയോയിൽ ലാസ്റ്റ് നമ്മൾ കാണിക്കുന്നതാണ്. അപ്പോൾ ഈ ടവറിൻ്റെ മുകളിൽ നിന്നാൽ ആ ഒരു നോബിൾ മാൻസ് ക്വാർട്ടേഴ്സ് ഏരിയയും പിന്നെ അതിൻ്റെ ചുറ്റുകളും എല്ലാം നല്ല രീതിയിൽ കാണാൻ സാധിക്കുമായിരുന്നു. ഈ ഒരു ക്യാമ്പസ് ഏരിയ ഉണ്ടല്ലോ, ഈ ഒരു മതിൽക്കെട്ടിനുള്ളിലുള്ള ഏരിയ, അതിനെ ദന്തനായകാസ് എൻക്ലോസർ എന്നും പറയും. അതുകൂടാതെ അതിന് ദനൈക്സ് എൻക്ലോസർ എന്നുള്ളൊരു നാമം കൂടിയുണ്ട്. ഈ കാണുന്നതാണ് പഴയ ഒരു മോസ്ക്. ഇതിനാണ് ബന്ദ് ടവർ എന്ന് പറയുന്നത്. ഈ ഒരു ഏരിയ ഈ ദനൈക്സ് എൻക്ലോഷറിനെ 3ആയിട്ട് വീതിച്ചിട്ടുണ്ട്. ഇത് മുഹമ്മദൻ വാച്ച് ടവർ, അതൊരു ഏരിയ. പിന്നെ ഇത് മോസ്ക്, ഈ ഒരു മോസ്ക്, അതിന് ബന്ദ് ടവർ എന്നറിയപ്പെടുന്ന ഈ ഒരു മോസ്ക്. കൂടാതെ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ ചെയ്തിരുന്നു, ഒരു എപ്പിസോഡിൽ ചെയ്തിരുന്നു, ഒരു ശിവ ടെമ്പിൾ. അത് ഇതിൻ്റെ വെളിഭാഗത്താണ് ആ ഒരു ശിവ ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത്. ഇതെല്ലാം ഒരു ചുറ്റളവിലാണ് ഇതെല്ലാം സ്ഥിതി ചെയ്യുന്നത്. നമ്മളിപ്പോൾ പോകുമ്പോൾ ഒരു നടുക്കൂടെ ഒരു മൺപാത, അതിൻ്റെ ലെഫ്റ്റ് റൈറ്റ് മാറി നമുക്കിങ്ങനെ ഓരോ കാഴ്ചകളും കണ്ടു പോകാൻ പറ്റും. ഈ കാണുന്നത് അവിടെ അന്നത്തെ കാലത്ത് അതിൻ്റെ അടുത്ത് ഭോജനശാല എന്ന് പറയുന്നൊരു സംവിധാനം ഉണ്ടായിരുന്നു. ഭക്ഷണം വിതരണം ചെയ്യുന്നൊരു ഏരിയ. അപ്പോൾ അവിടെ ഈ വെള്ളം കെട്ടിച്ചിടുന്നൊരു ഏരിയയാണ് ഈ കാണുന്നത്. ഇതിനകത്ത് അന്നത്തെ കാലത്ത് ചാല് വഴി ഇതിനകത്ത് വെള്ളം നിറച്ചിടുമായിരുന്നു. ഇതിലേക്കുള്ള ചാല് ഇപ്പോൾ മൂടിയ നിലയിലാണ്. ഇത് ഈ 2 സൈഡിലും പാറ കാണുന്ന ജസ്റ്റ് പാറകൾ കണക്ക് 2 സൈഡും വിരിച്ചിട്ട് അതിന് നടുക്കൂടെ ഒരു ചാല് കണക്കുണ്ട്. അപ്പം അത് എല്ലാം മൂടിപ്പോയിട്ടുണ്ട്. കുറച്ചൊക്കെ അവർ ആർക്കിയോളജിക്കൽ വിഭാഗം ഇത് തെളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തൂടെയാണ് വെള്ളം വന്ന് അതിനകത്ത് നിറഞ്ഞിരുന്നത്. പിന്നെ അന്നത്തെ സോൾജേഴ്സിന് ആഹാരം കൊടുത്തിരുന്നൊരു ഏരിയ ഇത് ഏരിയയാണെന്നാണ് പറയുന്നത്. ഇത് കണ്ടാൽ മനസ്സിലാവും. പാറയിലും തടിയിലൊക്കെ പാത്രത്തിൻ്റെ ഒരു രീതിയിൽ ചെറിയ കുഴികളൊക്കെ കുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ 2 സൈഡിലും ഇരുന്നാണ് അന്നത്തെ കാലത്ത് സോൾജേഴ്സിന് ഭക്ഷണം കൊടുത്തിരുന്നത് എന്നാണ് പറയുന്നത്. ഈ ഒരു ഏരിയ ഭോജനശാല എന്നാണ് അറിയപ്പെടുന്നത്. അന്നത്തെ കാലത്ത് ഇതിന് താൽക്കാലികമായിട്ടും എന്തെങ്കിലും ഷാമിയാനയോ അങ്ങനെ എന്തെങ്കിലും പന്തൽ കണക്ക് കെട്ടിയിട്ടായിരിക്കും ഇത് നൽകപ്പെട്ടിരുന്നത്, ഈ ആഹാരം കൊടുത്തിരുന്നതെന്നാണ് നമ്മൾ ഗൂഗിൾ ചെയ്ത് പറയാൻ കഴിഞ്ഞത്. ആ നടുക്കൂടെ കാണുന്ന ഭാഗത്തൂടെ വെള്ളം പോകാനുള്ളൊരു കനാൽ കണക്കത്തുള്ളൊരു ഭാഗമാണ് കാണുന്നത്. ഇതിനകത്ത് ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾ വായിച്ചു നോക്കിയാൽ അതിൻ്റെ ചെറിയൊരു വിവരണം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഭോജനശാലയുടെ ചെറിയൊരു വിവരണം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇംഗ്ലീഷിലും കന്നഡയിലും ഹിന്ദിയിലുമുണ്ട്. ഇത് വായിക്കേണ്ടവർ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്ത് വെച്ചാൽ ഇത് വായിക്കാൻ കഴിയുന്നതാണ്. നമ്മൾ നേരത്തെ കണ്ട ഒരു ക്യാമ്പസിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിട്ടാണ് ഈ ഒരു നോബിൾ മാൻസ് ക്വാർട്ടേഴ്സ് ഏരിയ
സ്ഥിതി ചെയ്യുന്നത്. ഇത് അന്നത്തെ കാലത്ത് ഭൂപ്രഭുക്കന്മാരും മറ്റും വസിച്ചിരുന്നൊരു ഏരിയ ആയിട്ടാണ് പറയപ്പെടുന്നത്. ഇവിടെ അന്നത്തെ കാലത്ത് വളരെ ആഡംബരമായ വീടുകളും മതിൽക്കെട്ടുകളും മറ്റും ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇതൊക്കെ കുഴിച്ചെടുത്തതിന് ശേഷമാണ് ഈ ഒരു ഫൗണ്ടേഷൻ ടൈപ്പ് അവിടെ രൂപീകൃതമായി കണ്ടത്. ആ ഒരു ഏരിയ അറിയപ്പെടുന്നതാണ് നോബിൾസ്മാൻസ് ക്വാർട്ടേഴ്സ്. ഇത് പാലസ് ഓഫ് ഹരിഹരരായ സെക്കൻഡിൻ്റെ പാലസിൻ്റെ അവശിഷ്ടങ്ങളാണ്. 14-ാം നൂറ്റാണ്ടിലെ ഹരിഹരരായ സെക്കൻഡ് എന്ന വിജയനഗര സാമ്രാജ്യത്തിലെ 3ാമത്തെ രാജാവായിരുന്നു. ഈ ഒരു ഏരിയ റോയൽ എൻക്ലോഷർ റോയൽ ഏരിയയിൽ പെടുന്നതാണ് ഈ ഒരു കൊട്ടാരം സ്ഥിതി ചെയ്യുന്ന ഏരിയ. അത് ഏകദേശം 59,000 സ്ക്വയർ മീറ്റേഴ്സോളം വ്യാപിച്ച് കിടക്കുന്ന ഒരു ഏരിയയാണ്. ആ കാണുന്നതൊക്കെ അതിൻ്റെ ഒരു മതിൽക്കെട്ടുകളാണ്. പാലസൊന്നുമില്ല, അതെല്ലാം പൊളിഞ്ഞു പോയി, നഷ്ടപ്പെട്ട് ഒന്നുമില്ല. ജസ്റ്റ് അതിൻ്റെ ഫൗണ്ടേഷനും കാര്യങ്ങളും ഒക്കെ മാത്രമേ ഇപ്പോൾ കാണാൻ സാധിക്കുകയുള്ളൂ. ഈ ഒരു രാജാവിൻ്റെ ഭരണകാലം 14-ാം നൂറ്റാണ്ടിലായിരുന്നു. അദ്ദേഹം ജനിച്ചത് വിജയനഗര എന്ന നഗരത്തിലാണ്. അദ്ദേഹം മരണപ്പെട്ടത് 1404 അദ്ദേഹം മരണപ്പെട്ടത്. ഈ ഒരു പാലസിൻ്റെ അവശിഷ്ടങ്ങൾ മാത്രമേ ഇന്നിവിടെ നിലനിൽക്കുന്നുള്ളൂ. ഇത് കണ്ടാൽ മനസ്സിലാവും, ഇതിൻ്റെ തറകൾ മാത്രമേ ഉള്ളൂ, ബാക്കി ഒന്നും അവിടെ ഇല്ല. ഇതിലെല്ലാം കയറുന്നതിൻ്റെ ആ ഒരു ഭാഗത്ത് ഒരു ആനയുടെ 2 സൈഡിലും ആനയുടെ 2 സ്തൂപങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഒന്നിനും അതിൻ്റെ മുഖത്തുള്ള തുമ്പിക്കൈയും കൊമ്പുഭാഗവും ഒന്നുമില്ല, അതൊക്കെ നശിപ്പിക്കപ്പെട്ട നിലയിലാണ്. ഇതാണ് ഈ ഒരു പാലസ്. നശിപ്പിക്കപ്പെട്ട അവശിഷ്ടങ്ങളാണ് പാലസിൻ്റെ. ഒരു തറഭാഗം മാത്രമേ ഇപ്പോഴുള്ളൂ. ഇത് അവിടുത്തെ ഒരു പുഷ്കരണിയാണ്. ഇതേ കണക്കുള്ള പുഷ്കരണികൾ നിറയെ ഉണ്ട് ഹംപിയിൽ. ഇത് അന്നത്തെ കാലത്ത് വെള്ളം സംഭരിച്ചിരുന്ന ഒരു പുഷ്കരണി. നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു പുഷ്കരണിയെ പറ്റി. അതൊരു കൃഷ്ണ ബസാറിൻ്റെ അടുത്തുള്ളൊരു പുഷ്കരണിയാണ്. ഇത് വേറൊരു പുഷ്കരണിയാണ്. ഇവിടെയാണ് അന്നത്തെ കാലത്ത് ജലസംവിധാനത്തിനായിട്ടുള്ള വെള്ളം സംഭരിച്ചിരുന്നത്. ഈ പുഷ്കരണികളുടെയൊക്കെ സൈഡിലായിട്ട് ആ കാണുന്നതൊക്കെ അന്നത്തെ അവിടുത്തെ ഒരു വലിയ മാർക്കറ്റുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഈ എല്ലാ പുഷ്കരണിയുടെയും സൈഡിലായിട്ട് നീണ്ട് കിലോമീറ്ററോളം നീളത്തിലുള്ള പഴയകാല മാർക്കറ്റുകളുണ്ട്. അത് കണക്ക് ഒരുപാട് മാർക്കറ്റുണ്ട്. പാൻ സുപ്പാരി ബസാർ, അത് കണക്ക് തന്നെ കൃഷ്ണ ബസാർ, അങ്ങനെ ഒരുപാട് മാർക്കറ്റുകളുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം അടുത്ത് ഇതിനൊക്കെ പുഷ്കരണി കാണും. അപ്പോൾ അന്നത്തെ കാലത്ത് ജലം സംഭരിച്ചിരുന്നത് ഇതിനകത്താണ്. അപ്പോൾ ഹംപിയുടെ കുറച്ച് സ്ഥലങ്ങളെ കുറിച്ചുള്ളൊരു ഷോർട്ട് വീഡിയോ ആണ് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ ചെയ്തത്. അത് നമ്മൾ ഇടാൻ ഒരുപാട് വൈകിപ്പോയി. ഇനിയും കുറച്ച് എപ്പിസോഡുകൾ കാണും. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 4-5 ഏരിയ ഒരുമിച്ചുള്ളൊരു വലിയൊരു വീഡിയോ ആയിരുന്നു. അതിൽ നിന്ന് നമ്മൾ ഷോർട്ടാക്കി ഒരു ചെറിയ രീതിയിലാണ് ഈ ഒരു വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഹംപിയിലെ ഈ ഒരു കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകണം. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.